Hello dear students, welcome back to our science classroom. Today we are going to discuss about the chapter light, shadows and reflection. Light, shadows and reflection. Daily life il namakku elle ennum namukku kaananavengil nammale help cheyyunnaanu light undavum shadow undavum reflection undu aa karyangalokkeയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. Okay. So what is light? Light is actually energy. Energy form ആണ് light, and it travels in straight line ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. നമ്മളെ കാണാൻ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്? ലൈറ്റ് ഇല്ലെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പം അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ലൈറ്റ് ഏതാണ്? സൺലൈറ്റ് ആണ് അൾട്ടിമേറ്റ് സോഴ്സ്. ബാക്കി നമ്മുടെ ഇലക്ട്രിസിറ്റി, ലൈറ്റ്, ബൾബൊക്കെ എന്താ? ഇലക്ട്രിസിറ്റി നമ്മൾ ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നേച്ചറായിട്ട് സൺലൈറ്റ് ഉണ്ട്. പിന്നെ മൂൺ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമോ? ഇല്ല. മൂൺ എന്ത് ചെയ്യത്തേ ഉള്ളൂ? റിഫ്ലക്റ്റ് ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ സ്റ്റാർസിന് മാത്രമേ ഉള്ളൂ ലൈറ്റ്. നമ്മുടെ നിയറസ്റ്റ് സ്റ്റാർ ആണ് സണ്ണ്. അവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്ന ലൈറ്റ് സോഴ്സ്. അപ്പോൾ ഈ എർത്തിലെ ലൈറ്റ് ഫുൾ എവിടെ നിന്നാണ് വരുന്നത്? ഫ്രം sun. Okay, so it is a form of energy which is responsible for seeing objectsനെ കാണാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു എനർജി ഫോം ആണ് ലൈറ്റ്. അത്ര എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, so when the light falls on an object, some light get reflected. This reflected light comes to our eyes and we are able to see an object. Okay, അത് clear ആയോ? So suppose some light falls on this particular pen. Okay, so what happens? Some sort of light get reflected back. ഇവിടെ വന്ന് ഇടിച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്തു പോകും. So we can see this particular pen. ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്താൽ വി ക്യാൻ സീ ദാറ്റ് പർട്ടിക്കുലർ ഒബ്ജക്റ്റ്. റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു ഇമേജ് നമ്മുടെ കണ്ണിൽ ഫോം ചെയ്യും. വി ക്യാൻ സീ ദാറ്റ് പർട്ടിക്കുലർ ഒബ്ജക്റ്റ്. സോ എക്സാമ്പിൾ സൺ, ടോർച്ച്, ക്യാൻഡിൽസ്, ഫയർഫ്ലൈസ്, ഇതെല്ലാം എന്താ? എക്സാമ്പിൾസ് ഓഫ് ലൈറ്റ് പ്രൊഡ്യൂസിങ്. നമ്മൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സസ് ആണ്. അവിടുന്ന് ലൈറ്റ് വന്ന് എവിടെയെങ്കിലുമൊക്കെ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് പർട്ടിക്കുലർ ഒബ്ജക്റ്റ്. So next is sources of light. So there are two sources, luminous, and there are two types of object, luminous and non-luminous. So this is actually sun. Sun is a luminous object. Luminous, അതായത് it produce its own light. അവർ തന്നെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. This is actually the moon. So this is non-luminous. So മൂണ് നമുക്കറിയാം, moon doesn't have its own light. അതിന് ലൈറ്റ് ഇല്ല. പിന്നെ എന്താ ചെയ്യുന്നത്? റിഫ്ലക്ട് ദി ലൈറ്റ് ഫ്രം ദി സണ്ണിൽ നിന്നുള്ള ലൈറ്റ് റേ വരും, അതിനെ റിഫ്ലക്റ്റ് ചെയ്യും. സോ നമുക്ക് തോന്നും അവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത്. അതൊരു ലൈറ്റ് സോഴ്സ് അല്ല, ദാറ്റ്സ് ഓൺലി റിഫ്ലക്ട് ലൈറ്റ് ഫ്രം സണ്ണിൽ നിന്നുള്ള ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യത്തേ ഉള്ളൂ. Okay, so luminous object. What are luminous object? The objects which emit their own light is called luminous object. Objects that are emit their own light are known as luminous. The sun, greatest example, sun, then torch bulb, star, bulb ഒക്കെ എന്താ? ഇറ്റ്സ് ഓൺ ലൈറ്റ്. അവർ തന്നെ ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഫയർ, ക്യാൻഡിൽ കത്തിച്ച് വെച്ചാൽ ക്യാൻഡിലിന് തന്നെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ദോസ് ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സ് ആർ കോൾഡ് ലൂമിനസ് ഒബ്ജക്ട്. ആൻഡ് സെക്കൻഡ് ടൈപ്പ് ഈസ് നോൺ ലൂമിനസ് ഒബ്ജക്ട്. സോ നോൺ ലൂമിനസ് ഒബ്ജക്ട്, ദ ഒബ്ജക്ട്സ് വിച്ച് ഡു നോട്ട് എമിറ്റ് ദെയർ ഓൺ ലൈറ്റ്. ഒരെണ്ണം പഠിച്ചാൽ മതി. ഇവിടെ എമിറ്റ് ദെയർ ഓൺ ലൈറ്റ് ആണ് ലൂമിനസ്. എമിറ്റ് ഡു നോട്ട് എമിറ്റ് ദെയർ ഓൺ ലൈറ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ലൂമിനസ്. എക്സാമ്പിൾ മൂൺ, ട്രീസ്, ഷൂസ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ദിസ് റിമോട്ട്, ദിസ് ഈസ് എ നോൺ ലൂമിനസ് ഒബ്ജക്റ്റ്. ഇത് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ദിസ് പെൻ, ഇറ്റ് ഈസ് എ നോൺ ലൂമിനസ്, ലൈറ്റ് എമിറ്റ് ചെയ്യുന്നില്ല. സോ ദിസ് ദാറ്റ് ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സ് ആർ കോൾഡ് നോൺ ലൂമിനസ് ഒബ്ജക്ട്സ്. ക്ലിയർ ആയോ? ഓക്കെ, സോ based on transparency, this object are classified into three: transparent, opaque, translucent. കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, പഠിച്ചിട്ടുണ്ട്. ട്രാൻസ്പെറൻറ്റ്, opaque, translucent, or transparent, translucent, opaque object. Objects are classified into three based on transparency. ട്രാൻസ്പെറൻസി വെച്ചിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്ത് സോർട്ടിങ് മെറ്റീരിയൽസിൻ്റെ ഗ്രൂപ്പിൽ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? അത് നമുക്കറിയാം. അതിന് ആ ഒരു ചാപ്റ്റർ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒബ്ജക്ട്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ ബേസ്ഡ് ഓൺ ദെയർ ട്രാൻസ്പെറൻസി. എന്താ? ട്രാൻസ്പെറൻറ്റ്, ട്രാൻസ്ലൂസൻറ്റ് ആൻഡ് ഒപ്പേക്ക് ഒബ്ജക്റ്റ്. ഓക്കെ, അതെന്താ നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് വേഗം ഒന്ന് നോക്കാം. So first one is
this is transparent. Complete ആയിട്ട് ലൈറ്റിനെ പാസ് ചെയ്യുന്ന എക്സാമ്പിൾ ഈ ഗ്ലാസ് അല്ലെ ലെൻസ് ഈസ് എ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ്. ലൈറ്റ് അതിനകത്തൂടെ കയറി ഇറങ്ങി അപ്പുറത്ത് പോകും. ദെൻ ട്രാൻസ്ലൂസൻറ്റ്, കുറച്ച് കയറ്റിവിടും, മുഴുവനായിട്ട് പറ്റത്തില്ല, കുറച്ച് കയറ്റിവിടും. പാർഷ്യലി അലൗ. ഒപ്പേക്ക് ഒബ്ജക്റ്റ് ദാറ്റ് വിൽ നോട്ട് അലൗ ലൈറ്റ് പാസ് ത്രൂ ഇറ്റ്. അതിനകത്തൂടെ ലൈറ്റിനെ പാസ് ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല. ദാറ്റ് ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് ആർ കോൾഡ് ഒപ്പേക്ക് ഒബ്ജക്റ്റ്. ക്ലിയർ അല്ലേ? Okay, so what first one is transparent. An object which allows visible light to pass through it is called transparent object. What is transparent object? An object which allow visible light to pass through it is known as transparent object. Next is translucent. An object which allows partial passage to light is called translucent. An object which allow partial passage of light is known as translucent. So here you can see that this is translucent. Full ആയിട്ട് അപ്പുറത്തുള്ളത് നമുക്ക് കാണത്തില്ല, എന്നാൽ കുറച്ച് നമുക്ക് കാണുകയും ചെയ്യാം. Those objects are called translucent object. Next is opaque object. An object which does not allow passage of light through it is known as opaque object. That does not allow. Example, the door, അല്ലേ, pen, നമ്മൾ അല്ലേ, all these are opaque object that will not allow light to pass through it. ഇത് നിങ്ങൾക്ക് മൂന്നും അറിയാവുന്ന കാര്യങ്ങളാണ്, പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓർത്തെടുക്കാമല്ലോ. ഇപ്പം നിങ്ങൾക്ക് എല്ലാം ഓർമ്മ വന്ന് കാണും അല്ലേ? ഓർമ്മയുണ്ടല്ലോ? ഓക്കെ. സോ നെക്സ്റ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈറ്റ്. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈറ്റ്? ഫസ്റ്റ് വൺ ഈസ് ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, സോ സ്ട്രെയിറ്റ് ലൈൻ മീൻസ് ഇങ്ങനെ നേരെ ട്രാവൽ ചെയ്യും, സ്ട്രെയിറ്റ് ലൈൻ. But when it comes to sound, sound waves ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. Like this sound. This is sound and this is light. I hope you got the idea about in the straight line. നേരെ സ്ട്രെയിറ്റ് ലൈനായിട്ട് നേരെ ആയിരിക്കും ലൈറ്റ് പാസ് ചെയ്യുന്നത്. ബട്ട് സൗണ്ടൊക്കെ വേവ് ഫോമിൽ വളഞ്ഞൊക്കെ പോകും. ബട്ട് ലൈറ്റ് ഈസ് എ പാക്കറ്റ് ഓഫ് എനർജി. ഇറ്റ് ട്രാവൽസ് അലോങ് സ്ട്രെയിറ്റ് ലൈൻ. അതുകൊണ്ടാണ് ഈ ഒരു ഒബ്ജക്റ്റിൽ കൂടെ ഈ ഒരു വിത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല. നല്ല ഹാർഡായിട്ടുള്ളൊരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അപ്പുറം കാണാനൊക്കത്തില്ല. വേവ് ആയിരുന്നെങ്കിൽ അത് കയറി ഇറങ്ങി അപ്പുറത്ത് പോയേനെ. ബട്ട് ലൈറ്റ് എന്ന് പറയുന്നത് എന്താ? സ്ട്രെയിറ്റ് ലൈനാണ് ട്രാവൽ ചെയ്യുന്നത്. സോ അവിടെ ചെന്ന് ഇടിച്ചിട്ട് നിൽക്കും. ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അതിനകത്തോടെ കയറി ഇറങ്ങത്തുള്ളൂ. ഒപ്പേക്ക് ഒബ്ജക്റ്റ് ആണെങ്കിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യും. ലൈറ്റിൻ്റെ പാത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. സോ സെക്കൻഡ് വൺ, ലൈറ്റ് ക്യാൻ ബി റിഫ്ലക്റ്റഡ്. വാട്ട് ഈസ് മീൻ ബൈ റിഫ്ലക്റ്റഡ്? സോ സപ്പോസ് ദിസ് ഇസ് എ ഒബ്ജക്റ്റ്. ഇതൊരു ലൈറ്റ് സോഴ്സ് ആയിരുന്നു, ലൈറ്റ് സോഴ്സ്. സോ വെൻ ലൈറ്റ് ഫോൾസ് ഓൺ ദിസ് പർട്ടിക്കുലർ സ്ക്രീൻ എന്ത് ചെയ്യും? ഇത് റിഫ്ലക്റ്റ് ചെയ്യും. അവിടുന്ന് തിരിച്ചു വരും, റിഫ്ലക്റ്റ് ചെയ്യും, അവിടുന്ന് ബൗൺസ് ബാക്ക് ചെയ്യും, വന്ന് ഇടിച്ചിട്ട് തിരിച്ചു പോകും. ദാറ്റ് ഈസ് നോൺ ആസ് റിഫ്ലക്ഷൻ. ലൈറ്റ് ക്യാൻ ബി ബെൻഡ്, വളയും. ഓക്കെ, ലൈറ്റ് ബെൻഡ് ചെയ്യും. ഓക്കെ, ഒരു മീഡിയം ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ലൈറ്റ് എന്ത് ചെയ്യും? ബെൻഡ് ചെയ്ത് പോകും. ഇങ്ങനെ ബെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് 3 × 10⁸. കേട്ടോ, 108 അല്ല, 3 × 10⁸. 3 × 10⁸ meter per second. 3 × 10⁸. 3 × 10⁸ means 3 കഴിഞ്ഞിട്ട് 8 zeros ഇടണം. 30000 അങ്ങനെ 8 zeros ഇടുന്ന അതാണ് സ്പീഡ് ഓഫ് ലൈറ്റ്. ദാറ്റ് മച്ച് മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് മീൻസ് ഒരു സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കും? 3 × 10⁸ meter per second. ഒരു സെക്കൻഡിൽ ഇത്രയും ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്യും. ക്ലിയർ ആയോ? അത് നിങ്ങൾ പഠിച്ചിരിക്കുക. അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ ഹയർ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യും. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്? 3 × 10⁸ meter per second. Meter per second is the SI unit of speed. സ്പീഡിൻ്റെ SI യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ്. അതിൻ്റെ മീനിങ് പറഞ്ഞല്ലോ, ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ ട്രാവൽ ചെയ്യും? എത്ര മീറ്റർ ട്രാവൽ ചെയ്യും? 3 × 10⁸. നെക്സ്റ്റ് ഈസ് ഷാഡോ. അല്ലേ, നമ്മളെല്ലാം ഷാഡോ വെച്ച് കളിക്കാറുണ്ട്. നമുക്കിഷ്ടമാണ് പ്ലേ വിത്ത് ഷാഡോസ് അല്ലേ. ഷാഡോസ് വെച്ച് കളിക്കാൻ നമ്മൾ നോക്കിയിട്ടുണ്ട്. അടുത്തോട്ട് വരുമ്പോൾ വലിപ്പം കൂടും, വലിപ്പം കുറയും, അങ്ങനെയൊക്കെ നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ആക്ച്വലി ഷാഡോ? എന്താ ഷാഡോ? നോക്കാം. വെൻ ആൻ ഒപ്പേക്ക് ഒബ്ജെക്റ്റ് ബ്ലോക്ക് ദ പാത്ത് ഓഫ് ലൈറ്റ്, it forms a dark portion on the opposite side of the object. This dark portion is known as shadow. When an opaque object like this
when an opaque object block the path of the light. ആരുടെ പാത്തിനെ ബ്ലോക്ക് ചെയ്തു? ലൈറ്റിൻ്റെ പാത്തിനെ ബ്ലോക്ക് ചെയ്തു. When an opaque object block the path of the light, കണ്ടോ, ലൈറ്റിൻ്റെ പാത്തിനെ ബ്ലോക്ക് ചെയ്തെങ്കിൽ it forms a dark portion on the opposite side of the object. ഇതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ it forms a dark portion and this is known as shadow. ഇവിടെ വന്നിട്ട് ലൈറ്റിന് ഇതിനകത്തൂടെ കയറി ഇറങ്ങാൻ പറ്റത്തില്ല, പക്ഷേ ഇതിൻ്റെ ചുറ്റുമുള്ള, കണ്ടോ, ഈ ഒരു വഴി കൂടെ ലൈറ്റ് പാസ് ചെയ്യും, ഈ ഒരു എൻഡിൽ കൂടെ പോകും. അപ്പോൾ ഇങ്ങനെ ഒരു പോർഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ, സപ്പോസ് okay, this is an opaque object. Okay, light will not pass through it. This is an opaque object. When light hit this region, reflect ചെയ്ത് അപ്പുറത്തോട്ട് പോകും. ഇവിടെയും വരുമ്പോൾ അങ്ങോട്ട് വീഴും, ഇവിടെയും വന്ന് ഇടിച്ചിട്ട് അങ്ങോട്ട് വീഴും, ഇവിടെ വന്നിട്ട് ഇങ്ങനെ വീഴും. അങ്ങനെ എന്ത് ചെയ്യും? ഈ ഒരു ഫോമിൽ എന്ത് ഫോം ചെയ്യും? ഷാഡോ ഫോം ചെയ്യും. ക്ലിയർ ആയോ? ഇവിടെ അതിൻ്റെ ഷാഡോ ഫോം ചെയ്യും. എൻഡ് വശത്തു നിന്ന് ലൈറ്റ് ഇടിച്ചിട്ട് അപ്പുറത്തോട്ട് പോകും. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുത്താൽ ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്ത് ഇവിടെ കൂടെയുള്ള ലൈറ്റ് ഇപ്പുറത്ത് വന്ന് വീഴും, ഇവിടെ കൂടെയുള്ള ലൈറ്റും ഇപ്പുറത്ത് വീഴും. സോ ഈ പോർഷനിലെ ലൈറ്റും വീഴും, ഈ പോർഷനിലെ ലൈറ്റ് വീഴും. ഇത്രയും നടുക്കുള്ള പോർഷനിൽ എന്തില്ല? ലൈറ്റ് കയറി ഇറങ്ങത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമേ അപ്പുറത്തോട്ട് വീഴത്തുള്ളൂ, ഒരു ഡാർക്കർ പോർഷൻ. സോ ഹിയർ യു ക്യാൻ സീ ദാറ്റ് ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ ഔട്ട്ലൈൻ കണ്ടോ, കറക്റ്റായിട്ട് നോക്കിയാൽ ഈ ഒരു ഔട്ട്ലൈനാണ് ഷാഡോ ആയിട്ട് കാണുന്നത്. അകത്തെല്ലാം ഡാർക്ക് ആയിരിക്കും. വൈ ഡാർക്ക് കളർ ആകാനുള്ള റീസൺ എന്താ? ലൈറ്റ് പാസ് ചെയ്യാത്തതുകൊണ്ട് ഇറ്റ് അപ്പിയേഴ്സ് ഡാർക്ക് ഇൻ കളർ. കണ്ടോ, ഈ ലൈറ്റ് കയറി ഇറങ്ങാത്തതുകൊണ്ട് ഡാർക്ക് കളറിൽ അപ്പിയർ ചെയ്യും. ക്ലിയർ ആയോ? ഷാഡോ ഫോർമേഷൻ ഈ ഒരു ഡെഫിനിഷൻ പഠിക്കുമല്ലോ നിങ്ങൾ. ഓക്കെ, then properties of shadow. What are the properties of shadow? ഷാഡോയുടെ പ്രത്യേകതകൾ എന്താ? The object must be opaque or translucent. Transparent object ആണെങ്കിൽ that will not create any shadow. Only opaque and translucent object will produce shadow. അപ്പം എന്തായിരിക്കും? Object must be opaque or translucent. Transparent object do not make shadow. It is dark in color. Always the shadow is dark in color. ഡാർക്ക് കളറിലായിരിക്കും, വേറെ കളറിലൊന്നും ഷാഡോ ഫോം ചെയ്യത്തില്ല. ഡാർക്ക് കളർ മീൻസ് ലൈറ്റ് അവിടെ ഇല്ല. ലൈറ്റ് ഉണ്ടെങ്കിലാണ് വി ക്യാൻ സീ ദി കളേഴ്സ്. ലൈറ്റ് ഇല്ലെങ്കിൽ കറുത്തിരിക്കും അല്ലേ? ഇറ്റ് ഈസ് ഫോംഡ് ഓപ്പോസിറ്റ് ടു ദി സോഴ്സ് ഓഫ് ലൈറ്റ്. ലൈറ്റ് സോഴ്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ഷാഡോ ഫോം ചെയ്യുന്നത്. ഞാനിങ്ങനെ നിന്നാൽ ഇവിടെ നിന്ന് ലൈറ്റ് വരുന്നെങ്കിൽ ബാക്ക് സൈഡ് വീഴും, പുറകിൽ നിന്ന് വരുന്നെങ്കിൽ ഫ്രണ്ട് വീഴും. ഇറ്റ് ഗീവ്സ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദി ഷേപ്പ് ഓഫ് ദി ഒബ്ജക്റ്റ്. As I told you, ഈ ഒരു ഷേപ്പ് മാത്രം നമുക്ക് കിട്ടും. ഷാഡോ ഗീവ്സ് ദി ഇൻഫർമേഷൻ അബൌട്ട് ദി ഷേപ്പ്. സൈസ് കറക്റ്റ് ആവണമെന്നില്ല. ലൈറ്റ് സോഴ്സിനോട് അടുത്ത് വരുന്നതനുസരിച്ച് ഷാഡോയുടെ വലിപ്പം കുറയും, ദൂരെ മാറുന്നതനുസരിച്ച് ഷാഡോയുടെ വലിപ്പം കൂടും. സോ വാട്ട് ഹാപ്പൻസ്? സൈസ് നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ബട്ട് വി ക്യാൻ പ്രെഡിക്റ്റ് ദി ഷേപ്പ്. The size of the shadow can be increased or decreased by changing the distance between an object and the screen are changed. As I told you, എന്താ, സൈസ് ചേഞ്ച് ചെയ്യും. ആ ഒരു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ദി ഒബ്ജക്റ്റ് അത് മാറുവാണെങ്കിൽ അതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യും ഷാഡോയുടെ. പക്ഷേ ഷേപ്പ് അതുപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ചെറിയൊരു ടോപ്പിക്കായിരുന്നു ലൈറ്റ്, ഷാഡോ, അത്രേ പഠിച്ചുള്ളൂ. ക്ലിയർ ആണല്ലോ? നമ്മുടെ ഒരു ചെറിയ ചാപ്റ്റർ നമ്മൾ നോക്കുവാണെങ്കിൽ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. അതിനകത്ത് ലൈറ്റ് ആൻഡ് ഷാഡോസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. വാട്ട് ഈസ് ലൈറ്റ്, വാട്ട് ഈസ് ഷാഡോ. ഇത്രയും ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം നമുക്ക്. വാട്ട് ഈസ് ലൈറ്റ് ആൻഡ് വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ സീയിങ് ഒബ്ജക്റ്റ്? ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് അലൗസ് അസ് ടു സീ ഒബ്ജക്റ്റ്. When light falls on an object, some of it gets reflected and travels to our eyes, enable us to perceive the object. ഒബ്ജക്റ്റിനെ കാണാൻ പറ്റും. ഒരു ലൈറ്റ് എന്താ? ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് അലോ അസ് ടു സീ ഒബ്ജക്റ്റ്. വെൻ ലൈറ്റ്സ് ഫോൾസ് ഓൺ ദി ഒബ്ജക്റ്റ്, വാട്ട് ഹാപ്പൻ? സം ഗെറ്റ് റിഫ്ലക്റ്റഡ്. ഇവിടെ നിന്ന് ലൈറ്റ് സോഴ്സ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് വീണു, ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്? ദീസ് റിഫ്ലക്റ്റഡ് ലൈറ്റ് എവിടെ വന്ന് വീഴും? ഇവിടെ എല്ലാം ലൈറ്റ് വന്ന് വീഴുക. ഓൾ ദി റിഫ്ലക്റ്റഡ് ലൈറ്റ് വിൽ റീച്ച് ദി ഐ ഓഫ് ദി ഒബ്സർവർ. ആളുടെ കണ്ണി വന്ന് വീഴും. സോ that particular person can see the object. What are luminous objects? Can you provide some example? Luminous objects are those that emit their own light. Example, sun, torch bulb and stars.
emit their own light are known as luminous object. What are non-luminous object? Example, non-luminous object do not emit their own light. Example, moon, shoes, trees. നമ്മൾ പഠിച്ച അതേ ഡെഫിനിഷൻ, അതേ എക്സാമ്പിൾസ്. യു ക്യാൻ ആഡ് എനി എക്സാമ്പിൾസ് ഫോർ നോൺ ലൂമിനസ് ഒബ്ജക്റ്റ്. ഏത് എക്സാമ്പിൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാത്ത എല്ലാ ഒബ്ജക്റ്റും കംസ് അണ്ടർ ദ കാറ്റഗറി നോൺ ലൂമിനസ് ഒബ്ജക്റ്റ്. വാട്ട് ഈസ് ഷാഡോ? A shadow is a dark portion formed when an opaque object blocks the path of light. It appears on the opposite side of the light source. A shadow is a darker portion formed when an opaque object blocks the path of light. It appears on the opposite side of the light. What type of object can create shadow? Only opaque or translucent object can create shadow. Transparent object do not cast shadows because light can pass through them. പറഞ്ഞല്ലേ, only opaque and translucent. That's all about today's topic. Today we started the chapter light, shadows and reflection, and we discussed about light and shadows and concept ആണ് നമ്മൾ പറഞ്ഞത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമ്മളിപ്പോൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആക്ടിവിറ്റി സെക്ഷനൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടന്റ് ടോപ്പിക് ക്ലിയർ ആയല്ലോ. So we will meet you in the next class with a continuation. Till then, bye.